أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم سبحان الذي أطلع في شهر ربيع الأول قمر نبي الهدى صلى الله عليه وسلم وأوجد نوره قبل خلق العالم وسماه محمدا صلى الله عليه وسلم. അങ്ങനെ തുടങ്ങണ തന്നെ സുബ്ഹാനല്ലാഹ് എന്നതിൽ പരോക്ഷമായ അള്ളാഹുവിൻ്റെ സ്തുതി അതിലുണ്ട്. കാരണം എന്താ? സുബ്ഹാനിൻ്റെ അർത്ഥം തന്നെ എന്താ? അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ പോരായ്മകളിൽ നിന്നിട്ടും വിശുദ്ധനാണ് എന്നും എല്ലാ പരിപൂർണതകളുടെയും നിറകുടമാണ് എന്നുമാണ് സുബ്ഹാനന്റെ അർത്ഥം. സാധാരണ അറബികൾ ഒരു ആശ്ചര്യകരമായ ഒരു അത്ഭുതകരമായ വാർത്ത പറയുമ്പം അല്ലെങ്കിൽ കേൾക്കുമ്പം സുബ്ഹാനല്ലാഹ് എന്ന് പറയും. അത് ശൈലിയാണ്. അപ്പൊ സുബ്ഹാനല്ലാഹ് എന്നതിൽ ഒരു തഅജ്ജുബ്, ഒരു അത്ഭുതം പ്രകടിപ്പിക്കലുണ്ട്. എന്താ? ശേഷം പറയുന്ന വിഷയത്തിലേക്ക് ഇറങ്ങിച്ചെല്ലും തോറും ആഴം കാണാത്ത ഒരു കടലാണ്. അങ്ങനെ ആശ്ചര്യം അങ്ങനെയാണല്ലോ വരിക. വിശദീകരിക്കാൻ കഴിയാത്ത എന്തോ ഒരു അത്ഭുതം ഉണ്ടാകുമ്പോഴാണ് അജബ് ഉണ്ടാകുന്നത്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുത്തെ ആത്മീയ അവസ്ഥയും അവിടുത്തെ ജന്മവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ ചുരുൾ അഴിക്കും തോറും ഇത് കൂടുതൽ ആഴത്തിലേക്ക് പോകുകയല്ലാതെ അറ്റം കാണാൻ ആർക്കും കഴിയുന്നില്ല. ആ ഒരു ആശ്ചര്യം കൊണ്ട് തന്നെ ആവട്ടെ തുടക്കം. അപ്പോൾ അതിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മത്തിലും അവിടുത്തെ വ്യക്തിത്വത്തിലുമുള്ള ആ അജബ്, ആശ്ചര്യം കൂടി പ്രകടിപ്പിക്കൽ വരും. അള്ളാഹുവിൻ്റെ ഹംദ് കൊണ്ട് തുടങ്ങൽ ആവുകയും ചെയ്യും. അങ്ങനെയാണ് സുബ്ഹാനല്ലദീ അത്ലഅ ഫീ ശഹ്രി റബീഉൽ അവ്വൽ, റബീഉൽ അവ്വൽ മാസത്തിൽ ഉദിപ്പിച്ചവനായ അള്ളാഹു എന്തുമാത്രം വിശുദ്ധൻ. ആരെ ഉദിപ്പിച്ചു? ഖമറ നബിയിൽ ഹുദാ, ഹിദായത്തിന്റെ പ്രവാചകനാവുന്ന പൂർണ്ണചന്ദ്രനെ റബീഉൽ അവ്വൽ മാസത്തിൽ ഉദിപ്പിച്ചവനാവുന്ന അള്ളാഹുവിനെത്രയെ സർവസ്തുതിയും. എന്ന് പറഞ്ഞാലോ അപ്പം എന്താ? സൂര്യൻ ഉദിക്കുക, ചന്ദ്രൻ ഉദിക്കുക എന്നൊക്കെ പറയുന്ന ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടാകുകയല്ല അല്ലേ? നേരത്തെ ഉള്ള വസ്തു അപ്രത്യക്ഷമായിരുന്നത് ഈ ചക്രവാളത്തിലേക്ക്, ഈ ഭൗതിക ലോകത്തേക്ക് ഉദയം ചെയ്യുമ്പോഴാണല്ലോ സൂര്യൻ ഉദിച്ചു, ചന്ദ്രൻ ഉദിച്ചു എന്നൊക്കെ പറയുന്നത്. എന്നതുപോലെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഭൗതിക ലോകത്തേക്ക് ജന്മം കൊണ്ട് പ്രത്യക്ഷപ്പെടുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ സാന്നിധ്യം ഈ പ്രപഞ്ചത്തിലുണ്ട്. പക്ഷേ ഈ പ്രപഞ്ചത്തിന്റെ മറ്റൊരു കോണിൽ മറഞ്ഞു കിടക്കുകയായിരുന്ന ആ ഹിദായത്തിന്റെ പ്രവാചകരാവുന്ന പൂർണ്ണചന്ദ്രൻ ഭൗതിക ലോകമാവുന്ന ഈ ചക്രവാളത്തിലേക്ക് ഉദയം ചെയ്തതാണെന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേരത്തെയുള്ള സാന്നിധ്യവും അത് മറ്റൊരു ലോകത്തായിരുന്നതും ഈ ലോകത്തിന്റെ ചലനങ്ങളിലെല്ലാം അത് സ്വാധീനിച്ചിരുന്നു എന്നതും ഈ ലോകത്തിന്റെ ഓരോ ഏറ്റത്തിലും ഇറക്കത്തിലും ബഹുമാനപ്പെട്ട ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാവുന്ന ഈ പൂർണ്ണചന്ദ്രന്റെ സ്വാധീനം എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. ആദം നബി അലൈഹിസ്സലാം തൊട്ട് ഇന്നാ അർസൽനാക ഷാഹിദ എന്ന് അല്ലാഹു തആല പറയാൻ വരുന്നുണ്ട്. ഇന്നാ അർസൽനാക ഷാഹിദ ഐ ഷാഹിദൻ ലിർറുസുലി ബിത്തബ്ലീഗ്. ബഹുമാനപ്പെട്ട ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹു ഈ ലോകത്തയച്ച അംബിയാ മുർസലുകൾക്കൊക്കെ അവർ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ കൽപ്പിക്കപ്പെട്ട കാര്യം യഥാവിധി എത്തിച്ചു കൊടുത്തിരിക്കുന്നു എന്നതിന് ദൃക്സാക്ഷിയാവാൻ വേണ്ടിയിട്ട് തങ്ങളെ ഞാൻ നിയോഗിച്ചിരിക്കുന്നു എന്നാ ഖുർആൻ പറഞ്ഞത്. ഇന്നാ അർസൽനാക, നിങ്ങളെ ഞാൻ നിയോഗിച്ചിരിക്കുന്നു ഷാഹിദൻ, ഷാഹിദായിട്ട് ഐ ഷാഹിദൻ ലിർറുസുലി ബിത്തബ്ലീഗ് എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ റസൂൽ ആരാണ്? ആദം നബി അലൈഹിസ്സലാം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തൊട്ടും ഉണ്ടായിരുന്ന റസൂലാണ് ബഹുമാനപ്പെട്ട ഈസാ നബി. ഈ ഇടക്കുള്ള മുഴുവൻ അമ്പിയാക്കന്മാർക്കും ഷാഹിദായിരുന്നു. എന്തിന്? ബിത്തബ്ലീഗ്, ഈ ലോകത്ത് അവരവരുടെ ഉമ്മത്തുകൾക്ക് എന്തൊക്കെ കാര്യം എത്തിച്ചു കൊടുക്കണം എന്ന് അല്ലാഹു തആല കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ യഥാവിധി എത്തിച്ചു കൊടുക്കുന്നതിന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഷാഹിദായിക്കൊണ്ട് നിയോഗിച്ചിട്ടുണ്ട്. ഇനി ഖുർആൻ ഒന്നും കൂടി വെട്ടി തുറന്ന് പറഞ്ഞ കാര്യമാണ്, നമ്മൾ പലപ്പോഴും പറഞ്ഞ വിഷയമാണ്. ഇന്ന അർസൽനാക കാഫത്തൻ ലിന്നാസി ബശീറൻ വനദീറ. തങ്ങളെ ഞാൻ നിയോഗിച്ചിരിക്കുന്നത് മനുഷ്യ സമൂഹത്തിലേക്ക് മുഴുക്കയാണ്. മനുഷ്യ സമൂഹം തുടങ്ങുന്നത് ആദം നബി അലൈഹിസ്സലാമിലാണ്, അവസാനിക്കുന്നത് ഖിയാമത്തോടാണ്. ആദം നബി അലൈഹിസ്സലാം തൊട്ട് തുടങ്ങി
ഖിയാമത്ത് നാൾ വരെയുള്ള ജനങ്ങളിലേക്ക് മുഴുവനും റസൂലായി തങ്ങളെ ഞാൻ നിയോഗിച്ചിരിക്കുന്നു എന്ന് അല്ലാഹു തആല പറയുമ്പോൾ ഈ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സാമീപ്യവും അകലവും അനുസരിച്ച് ലോകത്ത് എന്നും ആത്മീയമായ വേലിയേറ്റവും വേലിയിറക്കവും ഉണ്ടായിക്കൊണ്ടിരുന്നിട്ടുണ്ട്. അങ്ങനെ മറ്റൊരു ലോകത്തിരുന്നു കൊണ്ട് ഈ ലോകത്തിന്റെ ചലനങ്ങളിലും ഗതിവിഗതികളിലും സ്വാധീനം ചെലുത്തിക്കൊണ്ട് മറഞ്ഞിരിക്കുന്ന ആ മുത്ത് ഈ ലോകത്തേക്ക് പ്രത്യക്ഷപ്പെടാൻ വേണ്ടി അള്ളാഹു തമ്പുരാൻ തെരഞ്ഞെടുത്തത് റബീഉൽ അവ്വൽ എന്ന മാസത്തിലാണ്. എന്തോ ഒരു രസകരമായ മാസമാണ് നോക്കിയാണ്. റമദാനിലാണ് വന്നതെങ്കിൽ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച മാസമാണ് റമദാൻ. എല്ലാം അറിയാം. റമദാനിൽ നബി ജനിച്ചുട്ടോ, അതുകൊണ്ട് നബിക്ക് ഭയങ്കര ബഹുമാനാണ്, കാരണം റമദാനിലാണല്ലോ ജനിച്ചത്. അങ്ങനെ വേണ്ട, അങ്ങനെ റമദാന് വേണ്ട തന്നെ ബഹുമാനുണ്ട്. എന്നാ ദുൽഹജ്ജ് മാസത്തിൽ ജനിച്ചിരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ റജബ് മാസത്തിൽ ജനിച്ചിരിക്കുകയാണെങ്കിൽ മുഹറമായ മാസത്തിലാണ് നബി തങ്ങൾ ജനിച്ചത്, അതുകൊണ്ട് നബി തങ്ങൾക്ക് വലിയ ബർക്കത്തുണ്ട്. അങ്ങനെയൊന്നും വരണ്ട. ഒന്നുമില്ലാത്ത ഒരു റബീഉൽ അവ്വലിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചത് കൊണ്ട് അഹ്യാ റബീഉൽ ഖൽബി ശഹ്റുൽ മൗലിദി കുല്ലൽ അനാമി ബിദിക്രി മൗലിദി അഹ്മദി. അഹ്യാ റബീഉൽ ഖൽബ്, ഹൃദയത്തിന്റെ വസന്തം, ആ വസന്തത്തെ സജീവമാക്കി ഷഹ്റുൽ മൗലിദി, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മമാസം. ലോകത്ത് പ്രപഞ്ചത്തിന് റബീഉൽ അവ്വലാണെങ്കിൽ മനുഷ്യന്റെ ഹൃദയത്തിന് റബീഉൽ ഖൽബാൻ. ഈ റബീഉൽ ഖൽബിനെ സജീവമാക്കിയിരിക്കുന്നത് കുല്ലൽ അനാമി ബിദിക്രി മൗലിദി അഹ്മദി, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം അനുസ്മരിച്ചുകൊണ്ട് മനുഷ്യ മനസ്സുകളെ മുഴുവനും സജീവമാക്കുന്ന, അത് ഈമാനുള്ള എല്ലാ മനുഷ്യർക്കും, ചരിത്രം പഠിച്ച എല്ലാവർക്കും. അത് ഈമാമാണെന്നില്ല. കാഫറായാലും മതനിഷേധിയായാലും മറ്റു മതക്കാരായാലും ഒക്കെ ചരിത്രം പഠിച്ച എല്ലാവരെ സംബന്ധിച്ചും സത്യവിശ്വാസികളെ സംബന്ധിച്ചും ഈ മാസം അവരുടെ ഹൃദയ വസന്തത്തെ സജീവമാക്കുന്നു. അങ്ങനെ റബീഉ എന്ന് പറഞ്ഞാൽ തന്നെ വസന്തകാലം. വസന്തകാലത്തിന്റെ പ്രത്യേകത വലിയ പെരുന്തണുപ്പുമല്ല ചൂടുമല്ല, മിതമായ കാലാവസ്ഥ. ഈ മിതമായ കാലാവസ്ഥയിൽ ജനിക്കുന്നത് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവത്തിന്റെ മിതത്വം. വകദാലിക ജഅൽനാകും ഉമ്മത്തൻ വസത്ത. ഉമ്മത്ത് വസത്ത് എന്ന് പറയുന്ന ആ മധ്യമ സമുദായം, അതിര് വിട്ടപ്പുറമല്ല താന്നിട്ട് ഇങ്ങോട്ടുമല്ല, ഇതിലേക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്ന ശരീഅത്താവട്ടെ, അവിടുത്തെ സ്വഭാവമാവട്ടെ, അവിടുത്തെ വ്യക്തിത്വമാവട്ടെ, എല്ലാം റബീആൻ, വസന്തകാലം പോലെ ശാന്ത സുന്ദരമാണ്, വളരെ മിതമായ ചുറ്റുപാടുമാണ്. അങ്ങനെ കാലത്തിന്റെ പേര് കൊണ്ടുപോലും, ഇത് ഇസ്ലാമിൽ വെച്ച പേരല്ലേ, പഴയ കാലത്തെയുള്ള പേരായി റബീഉൽ അവ്വൽ, റബീഉൽ സാനി എന്നൊക്കെ പറയും. ആട്ടെ, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖമറിനോട് ഉപമിച്ചു. അതെ, അങ്ങനെ ശരിക്ക് സൂര്യനോടാണല്ലോ ഉപമിക്കേണ്ടത് അല്ലേ? പ്രകാശഗോളം സൂര്യല്ലേ, സൂര്യനിൽ നിന്നുള്ള പ്രകാശം സ്വീകരിച്ചിട്ടാണല്ലോ ആര്? അതിന് കാരണം അല്ലാഹു നൂറു സമാവാതി വൽ അർളാണ്. അതിൽ നിന്നിട്ട് പ്രകാശം സ്വീകരിച്ചു കൊണ്ടുള്ള ഈ ലോകത്തിന് പ്രകാശവും ശോഭയും നൽകുന്ന പ്രകാശഗോളമാണ് ആര്? ഹബീബ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നൂറിൽ നിന്നും നൂറ് സ്വീകരിച്ച് ഈ ലോകത്തിന് ഹിദായത്തിന്റെ നൂറെത്തിച്ചു കൊടുക്കുന്ന പൂർണ്ണമായ ഖമറാണ്. ആ ഖമറിൽ നിന്നും ലഭിക്കുന്ന വെളിച്ചമാണ് മറ്റുള്ള നക്ഷത്രാദികളാവുന്ന അംബിയാ മുർസലുകളിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല وكل آية الرسل الكرام بها فإنها متصلت من نوره بهم. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിദായത്തിന്റെ നൂറുമായി അംബിയാ മുർസലുകൾ ബന്ധപ്പെട്ടത് കൊണ്ടാണ് അവർ ഹിദായത്തിന്റെ നൂറുകളായി വന്നത്. നബിയുൽ അംബിയ എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരുകളിൽപ്പെട്ട ഒരു പേരാണ്. അംബിയാക്കന്മാരിലേക്ക് അയക്കപ്പെട്ട നബി. അങ്ങനെ ആദം നബി അലൈഹി സ്വലാം ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഷാഹിദാകുന്നത് അവരിലേക്കൊക്കെ അയക്കപ്പെട്ട നബിയുമാണ്. ഇങ്ങനെ ഈ ലോകത്തേക്ക് റബീഉ മാസത്തിലാണ് ഉദയം ചെയ്തതെങ്കിലും വഔജദ നൂറഹു, ആ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറ്, നൂറ് എന്ന് പറഞ്ഞാൽ വെളിച്ചം എന്നല്ല, അങ്ങനെ അർത്ഥം വെക്കരുത്. ഔജദ നൂറഹു എന്ന് പറഞ്ഞാൽ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആത്മീയ സാന്നിധ്യം, ഹഖീഖത്ത് മുഹമ്മദിയ. എന്താണത് എന്ന് വ്യാഖ്യാനിക്കാൻ നാം അശക്തരാണ്. ഹഖീഖത്ത് മുഹമ്മദിയ,
ആത്മാവല്ല, ആത്മാവല്ല, ജഡം ഏതായാലുമല്ല. ജഡം ആദം നബി അലൈഹി ഇസ്ലാമിന് ശേഷം സൃഷ്ടിക്കപ്പെടുന്നത്. ആദം നബി അലൈഹി ഇസ്ലാമിന്റെ സന്താനങ്ങളിൽപ്പെട്ട ആളാണെന്ന് പറഞ്ഞാൽ ഭൗതിക ജഡം കൊണ്ട് ആദം നബി അലൈഹി ഇസ്ലാമിന്റെ മക്കളിൽപ്പെട്ട ആളാണ്. എന്നാൽ ഹഖീഖത്ത് മുഹമ്മദിയ്യത്ത് എന്നത് ആത്മീയ ലോകത്തുള്ള ഒരു പ്രത്യേക വ്യക്തിത്വമാണ്, ഒരു യാഥാർത്ഥ്യമാണ്. ബഹുമാനപ്പെട്ട ഇമാം ഖസ്തല്ലാനി റളിയല്ലാഹു തആല അൻഹു ഉൾപ്പെടെയുള്ള മഹത്തുക്കൾ പറഞ്ഞത്, ഈ നൂറ് എന്നതിനെ വ്യാഖ്യാനിക്കാൻ പോകണ്ട, അതിന്റെ ഹഖീഖത്ത് എന്താണെന്ന് നമുക്കറിയില്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട അള്ളാഹുവിന് മാത്രം അറിയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം അതിനെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത് ഖബ്ല ഖൽഖിൽ ആലം, പ്രപഞ്ചത്തെ ഏതിനെയും പടക്കുന്നതിന് മുമ്പ്. അന്ന് അർശില്ല, കുർസില്ല, ലോഹില്ല, കലമില്ല, വെള്ളമില്ല, മറ്റൊന്നുമില്ല. ഏതും അതൊക്കെ ആലമാണ്. ആലം എന്ന് പറഞ്ഞാൽ മാസിവൽ ബാരീന, സൃഷ്ടി എന്നതിനർത്ഥം. അള്ളല്ലാത്തതൊക്കെ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽപ്പെട്ട ഒരു സൃഷ്ടിയെയും സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹഖീഖത്ത് മുഹമ്മദിയ്യത്ത് എന്ന് പറയുന്ന യാഥാർത്ഥ്യം, ആ നൂറിനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിരിക്കുന്നത്. എവിടുന്നെങ്കിലും പറഞ്ഞതല്ല, ബഹുമാനപ്പെട്ട തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ വ്യക്തമായി പറഞ്ഞതായി ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു തആലയിൽ നിന്നും ഉദ്ധരിക്കുന്ന ഹദീസ് ഇമാം ബുഖാരി തങ്ങളുടെ ഗുരുവര്യനായ ബഹുമാനപ്പെട്ട ഇബ്നു അബീ ശൈബ റളിയല്ലാഹു തആല അൻഹു തന്റെ മുസന്നഫ് എന്ന ലോകപ്രസിദ്ധമായ ഹദീസ് ഗ്രന്ഥത്തിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അവ്വലു മാ ഖലഖല്ലാഹു നൂറു നബിയിക യാ ജാബിർ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി സൃഷ്ടിച്ചത് ഏതാണ് എന്ന് ചോദിച്ചതിന്, നിന്റെ തിരുദൂതരാവുന്ന എൻ്റെ നൂറാണ് അല്ലാഹു തആല ആദ്യം സൃഷ്ടിച്ചത്. എന്താണ് ആ നൂറ് എന്ന് വിശദീകരണം ചോദിച്ചിട്ടുമില്ല. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അത് പറഞ്ഞിട്ടുമില്ല. അങ്ങനെ ലോകത്തെ ആദ്യമായി അള്ളാഹു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറിനെ സൃഷ്ടിക്കുകയും പിന്നീട് ആ നൂറിൽ നിന്ന് അള്ളാഹുവിൻ്റെ അമ്പിയാക്കന്മാരുടെ നൂറ്, മുഅ്മിനീങ്ങളുടെ നൂറ് തുടങ്ങി അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അടുക്കാൻ ഭാഗ്യം കിട്ടുന്ന, അള്ളാഹുവിൻ്റെ തൗഹീദിൽ വിശ്വസിക്കാൻ ഭാഗ്യം ലഭിക്കുന്ന, സന്മാർഗികളായി ജീവിച്ചു മരിക്കാൻ ഭാഗ്യം ലഭിക്കുന്ന ആളുകൾക്കുള്ള മുഴുവനും നൂറെന്ന് പറയുന്ന ഈമാനിൻ്റെ കണക്ഷൻ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ഹഖീഖത്ത് മുഹമ്മദിയ്യത്ത് എന്ന് പറയുന്ന നൂറിൽ നിന്നും ലഭിച്ചതാ. അതുമായി ബന്ധപ്പെടാൻ ഭാഗ്യം ലഭിക്കാത്തവർക്ക് ഒരിക്കലും ആ നൂർ, ഈമാൻ, അതുപോലെ തന്നെ സ്വാലിഹായ മുഅ്മിനായി മരിക്കുക എന്ന് പറയുന്ന സൗഭാഗ്യം ലഭിക്കാൻ സാധ്യമല്ല. അതൊക്കെ വിശദമായി തന്നെ മഹാന്മാരായ ഉലമാ പറഞ്ഞിട്ട് ഈ നൂറിനെ 4 വിഭജിക്കുകയും ഓരോന്നിനും 12,000 വർഷം വരെ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ സിഫത്ത് കൊണ്ട് അള്ളാഹു തആല അനുഗ്രഹിച്ചത് കൊണ്ട് ആ ഗുണവിശേഷങ്ങൾ ലഭിച്ച് ബഹുമാനപ്പെട്ട തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നും പിന്നീട് ആദ്യമായി അള്ളാഹുവിൻ്റെ അംബിയ മുർസലുകളിലേക്കും പിന്നീട് മുത്തഖീങ്ങളായ സ്വാലിഹീങ്ങളിലേക്കും ആ നൂറ് വിതരണം ചെയ്യപ്പെട്ട ആ കിട്ടിയവർക്ക് കിട്ടി, അല്ലാത്തവർക്ക് കിട്ടൂല. സ്വന്തം മൂത്താപ്പയായിരുന്നല്ലോ അബൂലഹബ്, തന്നെയല്ല തൊട്ട അയൽവാസിയായിരുന്നല്ലോ അബൂലഹബ്. അയാൾക്ക് ഈമാൻ കൊള്ളാൻ കഴിഞ്ഞില്ലല്ലോ. ഈ ഹഖീഖത്ത് മുഹമ്മദിയ്യത്ത് എന്ന് പറയുന്ന നൂറിൽ നിന്ന് ബന്ധപ്പെടാനുള്ള ഭാഗ്യം അല്ലാഹു തആല കൊടുത്തിട്ടില്ല. അതാണ് അയാളിഞ്ഞ് അറിയാതെ പറ്റിയതാണെന്ന് സങ്കല്പിച്ചു നോക്കാം. നമുക്ക് അബൂജഹലിനെ പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനസ്സിലാക്കുകയും അറിയുകയും ബോധ്യപ്പെടുകയും ചെയ്ത ഒരു പടപ്പ് ലോകത്തുണ്ടാവില്ല. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു മനസ്സിലായതുപോലെ ആളെ ആർക്ക് മനസ്സിലായിണ്? അബൂജഹലിനും മനസ്സിലായിണ്. കാരണം അത്ര വലിയ ബുദ്ധിമാനും തൻ്റെ ഇടക്കാരനും കാര്യബോധമുള്ളവനും ഒക്കെയാണ്. ഈമാൻ കിട്ടിയില്ല. എന്ത്? അത് ഈ പറയുന്ന നൂറിൽ നിന്നിട്ടാണ്. നൂറ് കിട്ടാത്തത് കൊണ്ട് തന്നെ അതിൻ്റെ കണക്ക്. അവിടെ നിന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ നൂറുമായി ബന്ധപ്പെടാൻ ഭാഗ്യം. അൽ അർവാഹു ജുനൂദും മുജന്നദ, ഇമാം ബുഖാരിയുടെ ഹദീസാണ്. അൽ അർവാഹു ജുനൂദും മുജന്നദ ഫമാ തആറഫ മിന്നാ ഇഖ്തലഫ വമാ തനാക്കറ മിന്നാ ഇഖ്തലഫ. ആത്മാവുകൾ എന്ന് പറയുന്നത് സംഘടിച്ചു നിൽക്കുന്ന സംഘങ്ങളാണ്. ഈ സംഘത്തിൽ ഏത് സംഘത്തിൽ കൂടി ഇണങ്ങിയതാണോ അവർ ഈ ലോകത്തിലും ഐക്യത്തിലും ഇണക്കത്തിലും ഒത്തൊരുമയിലും പോവും.
ഒമാ തനാക്കറ, ഈ ആത്മീയ ലോകത്ത് അകന്ന വേറെ സെറ്റിൽ പെട്ടുപോയാൽ ദുന്യാവിൽ ഇഖ്തലഫ, ഒരിക്കലും അത് ചേരാൻ പറ്റില്ല. ബാപ്പയായിട്ടും കാര്യമില്ല, മകനായിട്ടും കാര്യമില്ല, ഏട്ടനായിട്ടും കാര്യമില്ല, അനുജനായിട്ടും കാര്യമില്ല, ആരായിട്ടും കാര്യമില്ല. ആത്മീയ ലോകത്ത് ജുനൂദ് മുജന്നദയിൽ ഏത് ജുന്തിൽപ്പെട്ടോ ആ പെട്ടോൽക്കേ ബന്ധപ്പെടാൻ കഴിയുള്ളൂ. അപ്പോ സയ്യിദുൽ അർവാഹാവുന്ന ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂർ, ആ നൂറിന്റെ ജുനൂദിൽപ്പെട്ടവർക്ക് മാത്രമേ ഈമാനികമായ ഹിദായത്തിന്റെ നൂറ് ലഭിക്കൂ. അത് നേരത്തെ ഉള്ള അള്ളാഹുവിന്റെ ഖളായിൽ നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റൂലല്ലോ. അത് അള്ളാഹുവിന്റെ തീരുമാനമാണ്, സൃഷ്ടാവാവുന്ന റബ്ബിന്റെ തീരുമാനം. ഏത് കക്ഷിയിൽ ഇവൻ പെടണം, ഏത് സംഘത്തിൽ ഇവൻ പെടണം എന്നൊക്കെ നേരത്തെ തീരുമാനിച്ചു പോയി. ആ തീരുമാനിച്ച തീരുമാനം അനുസരിച്ച് ഈ ലോകത്ത് പ്രത്യക്ഷപ്പെടും. മാത്രല്ല വസമ്മാഹു മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി, ഈ ഹഖീഖത്ത് മുഹമ്മദിയത്ത് സൃഷ്ടിച്ചു വെക്കുക മാത്രല്ല അന്ന് തന്നെ മുഹമ്മദ് എന്ന് പേര് വെക്കുകയും ചെയ്തിട്ടുണ്ട്. ഞമ്മക്കൊക്കെ പേര് മുഹമ്മദ് എന്നിടുന്നുണ്ടെങ്കിൽ പെറ്റിട്ട് ഏതിൻ്റെ അന്ന് പാപ്പേ അതല്ലെങ്കിൽ ഉമ്മേ ആരെങ്കിലും വിളിച്ച പേരുണ്ടാകുക. ഇതങ്ങനെയല്ല, അന്ന് തന്നെ മുഹമ്മദ് എന്ന അല്ലാഹു തആല സാബിഖായ ഖളായിൽ അങ്ങനെ ഉണ്ട് എന്നല്ല, പേര് അന്ന് തന്നെ പറഞ്ഞ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കാരണം എന്താ, ആദം നബി അലൈഹിസ്സലാം സൃഷ്ടിക്കപ്പെട്ട് റൂഹോദി ആദ്യം തന്നെ ഇങ്ങനെ മേപ്പോട്ട് നോക്കുമ്പോൾ അർശിന്റെ തൂണിന്മേലെല്ലാം ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് എഴുതപ്പെട്ടതായി കണ്ടു എന്ന് ഇമാം ഹാക്കിം, ഇമാം ബൈഹഖി എന്നിവർ റിവായത്ത് ചെയ്യുന്ന ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. അതുപോലെ തന്നെ പിന്നെ സ്വർഗത്തിൽ കടന്നു നോക്കുമ്പോൾ സ്വർഗത്തിന്റെ എല്ലാ ബംഗ്ലാവുകളിലും ഗേറ്റുകൾ തന്നെ വെച്ച നഖ്ഷ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇങ്ങനെ എല്ലാ ഉപരി ലോകത്ത് സ്വർഗം മുതൽക്കുള്ള എല്ലാ സ്ഥലത്തും ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പൊ ഈ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് നേരത്തെ തന്നെ ഔദ്യോഗികമായ വിളംബരം നടന്നതുകൊണ്ടാണ് അത് എഴുതി രേഖപ്പെടുത്തപ്പെട്ടത്. ആദം നബി പടക്കുമ്പോ തന്നെ കാണുന്നുണ്ട് അറിയുമ്പോ അതിന്റെ മുമ്പ് ഉണ്ട് തന്നെയാണല്ലോ അതിന്റെ കണക്ക്. കുന്തു നബിയൻ വആദമു ബൈനൽ മാഇ വത്തീൻ എന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ഇമാം അബൂ ദാവൂദ് റിവായത്ത് ചെയ്യുന്ന ഹദീസ് കാണാം. മത്താ കുതിബത നബിയ, മറ്റൊരു റിവായത്തിൽ മത്താ കുന്ത നബിയ, എന്നാ താങ്കൾ നബിയായത്. നബിയായത് നമ്മളൊക്കെ എങ്ങനെ മനസ്സിലാക്കി, ജനിച്ച് 40 വയസ്സ് പൂർത്തിയായ സമയത്ത്, ചിലവര് മനസ്സിലാക്കിയ ഹിറാ ഗുഹയിൽ ഇരിക്കുന്ന സമയത്ത്, അപ്പൊ 40 വയസ്സും 6 മാസം കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ 40 വയസ്സാകുമ്പോൾ റബീഉൽ അവ്വൽ മുതൽ തന്നെ സ്വപ്നത്തിലൂടെ വഹ്യോർത്തോടെ മുതൽ അവിടെ മുതൽ ആ നബിയായത്. അങ്ങനെയല്ല, കുന്തു നബിയൻ വആദമു ബൈനൽ മാഇ വത്തീൻ. ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി സ്വലാം മണ്ണിലും ചളിയിലുമായി കിടക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ആദം നബിനെ പടക്കണതിന്റെ മുമ്പ്, ഈ മണ്ണും ചളി കൊണ്ടുമാണല്ലോ ആദം നബിനെ അള്ളാഹ് പടച്ച്. അതിന്റെ മുമ്പ് തന്നെ കുന്തു നബിയ, ഞാൻ നബിയായിരുന്നോന്ന്. ആദം നബിനെ എന്നാ പഠിച്ചത്? അതിന്റെ ഒക്കെ എത്രയോ കോടിക്കണക്കിന് കൊല്ലം മുമ്പ് പഠിച്ചതല്ലേ അർശ്. ആ അർശ് പഠിച്ചപ്പോ അതിന്റെ കാര്യത്തിലുണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്, പിന്നെ എഴുതിയതല്ലാന്ന്. അതാ പറഞ്ഞേ വസമ്മാഹു മുഹമ്മദ്. അല്ലാഹു തആല തന്നെ നേരത്തെ മുഹമ്മദ് എന്ന് പേര് പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ അല്ലാഹു തആല സൃഷ്ടിക്കുകയും മുഹമ്മദ് എന്ന് പേര് വെക്കുകയും ഒക്കെ ചെയ്തെങ്കിൽ അഖ്റജഹു ഫീ ആഖിരി സമാൻ, അന്ത്യകാലത്തിലാണ് ആ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു തആല ഭൗതിക ലോകത്തേക്ക് പുറപ്പെടുവിച്ചത്. അതിന്റെ കമാ ഖദ്ദറ, അള്ളാന്റെ ഖദർ അങ്ങനെയാണ്. പടക്കല് നേരത്തെ പടച്ചു, പേര് വെക്കൽ നേരത്തെ ചെയ്തു, പ്രഖ്യാപിക്കൽ നേരത്തെ ചെയ്തു. പക്ഷേ ഭൗതിക ലോകത്തേക്ക് ഔദ്യോഗിക കൃത്യ നിർവഹണത്തിന് വേണ്ടി നിയോഗിക്കപ്പെടുന്നത് അവസാന കാലത്താണ്. അവസാന കാലം എന്ന് പറഞ്ഞാൽ ഇനി മറ്റൊരു നബി വരാനില്ല, ഉപസംഹാരത്തിന് വേണ്ടിയിട്ടാണ്. ആദം നബി അലൈഹി സ്വലാം കൊണ്ട് ഉദ്ഘാടനം തുടങ്ങി ബഹുമാനപ്പെട്ട റൂഹുല്ലാഹി ഈസാ അലൈഹി സ്വലാമിൽ എത്തി നിൽക്കുന്ന ആ മഹത്തായ ദൗത്യം ഈ ലോകത്ത് ഉപസംഹരിക്കുക എന്ന് പറയുന്ന പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അവസാനത്തെ നബിയായി വന്നത് ആഖിറു സമാൻ എന്ന് പറഞ്ഞ രണ്ടർത്ഥത്തിലൊക്കെ ദുനിയാവിനെ മൊത്തം ഒരു പകലിനോട് ഉപമിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, എന്നെ നിയോഗിച്ചിടം മുതൽ ലോകാവസാനം വരെയുള്ള അസർ മുതൽ ഖുറൂബ് വരെയുള്ള സമയത്തിന് സമാനമാണ്. അപ്പൊ സുബഹി മുതൽക്ക് അസർ വരെയുള്ള സമയം നേരത്തെ കഴിഞ്ഞു പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പ്.
ഇനി നബി തങ്ങളുടെ ആഗമനത്തോടു കൂടി ഇനി ശേഷിക്കുന്ന ഇവിടെ ഉറൂബ് വരെയുള്ള സമയമാണ്. അപ്പൊ ആപേക്ഷികമായി കഴിഞ്ഞു പോയ അത്ര കാലില്ല. ആ നിൽക്കുന്ന അവസാന കാലം എന്ന് പറയാം. തങ്ങളുടെ ശേഷം മറ്റൊരു നബി ഇനി വരാനില്ല. അവസാനമായി വന്ന നബി എന്ന് നിൽക്കും ആഖിർ സമാൻ എന്ന് പറയാം. അങ്ങനെ ആഖിർ സമാനിൽ വരിക എന്ന് പറഞ്ഞാൽ യാദർച്ഛികമല്ല, കമാ ഖദ്ദറ, അല്ലാഹു തആല നേരത്തെ തന്നെ അങ്ങനെയാണ് ഖദാ ചെയ്തത്. ആദ്യത്തെ നബിയാണെങ്കിലും ഈ ലോകത്തേക്ക് വരാൻ അവസാനമായി ഞാൻ അയക്കൂ എന്ന് അല്ലാഹു തആലാന്റെ ഖദ്റാണ്. ആ ഖദ്ർ പ്രകാരം വന്നു. തന്നെയുമല്ല അബ്ദാ, അല്ലാഹു സുബ്ഹാനഹു വ തആല തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവസാന കാലത്താണ് വെളിവാക്കാൻ പോവുക എന്നത് കഴിഞ്ഞുപോയ അമ്പിയാക്കന്മാർ മുഖേന അല്ലാഹു തആല ഇവിടെ വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അല്ലാഹു തആല ഖദാക്ക് മാത്രമല്ല, ആദം നബി അലൈഹിസ്സലാം തൊട്ട് കഴിഞ്ഞു പോയ ഒരൊറ്റ നബിയില്ലാതെ അവസാന കാലത്ത് വരുന്ന ഖാത്തിമുൻ നബിയീനാവുന്ന മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനിക്കുന്ന നാട്, അവിടുത്തെ സ്വഭാവം, അവിടുത്തെ ഉമ്മത്തിന്റെ സ്വഭാവം, അവിടുന്ന് ജീവിക്കുന്ന അവസ്ഥ തുടങ്ങി എല്ലാം ഓരോ നബിമാരും അവരവരുടെ ഉമ്മത്തുകളിലേക്ക് വെളിവാക്കി കൊടുത്തിട്ടുണ്ട്. അവരും എന്താ പറഞ്ഞത്? അവസാനത്തെ നബിയെന്ന്. നിലവിലുള്ള എല്ലാ വേദങ്ങളിലും അത് കാണാം. എത്രയൊക്കെ തിരുത്തപ്പെട്ടിട്ടുണ്ടെങ്കിലും എത്രയൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിലും ഈ ഒരു സത്യം മറച്ചു വെക്കാൻ ഒരു വേദക്കാരനും കഴിഞ്ഞിട്ടില്ല. പേരിലൊക്കെ ഒരു പല മാറ്റങ്ങളൊക്കെ വരുത്തി കാണും. പക്ഷേ പ്രതീക്ഷിക്കപ്പെടുന്ന ഒരു അന്ത്യപ്രവാചകൻ, അതാണല്ലോ യേശു നബിയായി വന്നപ്പോ നീ യോഹൻ സ്നാപകനാണോ എന്ന്, അല്ല അത് ഞാനല്ല. പിന്നെ നീ അവനാണോ? ആ ചോദ്യം നോക്കണ്ട. ഇന്നും മലയാള ബൈബിളിൽ അങ്ങനെ, നീ അവനാണോ? അല്ല, അവൻ ഞാനല്ല, അവൻ വരാനിരിക്കുന്നതേ ഉള്ളൂ എന്ന്. അതാണ് വാബുദാന്ന്. എല്ലാ അമ്പിയാക്കന്മാരും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാന കാലത്താണ് വരിക എന്നതിനെ സംബന്ധിച്ച് തൻ്റെ ഉമ്മത്തുകൾക്ക് ശരിയായ ബോധവൽക്കരണം നടത്തിയിട്ടുണ്ട്. അപ്പൊ അല്ലാഹു തആല അങ്ങനെയാണ് ഖളാക്കിയതെന്ന് മാത്രമല്ല, കഴിഞ്ഞു പോയ എല്ലാ അമ്പിയാക്കന്മാരും അക്കാര്യം ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. 23 കൊല്ലം കൊണ്ട് മശ്രിഖ് മഗ്രിബ് ഇടയിൽ മനുഷ്യൻ ജീവിക്കുന്ന എല്ലാ സ്ഥലത്തും ഇസ്ലാമിന്റെ സന്ദേശം എത്താനും ലക്ഷക്കണക്കിന് ആളുകൾ ഇസ്ലാമിലേക്ക് ആകർഷിക്കപ്പെടാനുണ്ടായ കാരണങ്ങൾ പാശ്ചാത്തലം പരിശോധിച്ചാൽ കാണാം ഈ ഒരു പാശ്ചാത്തലമാണ്. കഴിഞ്ഞുപോയ എല്ലാ അമ്പിയാക്കന്മാരും അവരുടെ വേദങ്ങളിലൂടെയും തിരുവചനങ്ങളിലൂടെയും ഇങ്ങനൊരു വാഗ്ദത്ത പ്രവാചകനെ സംബന്ധിച്ച് സുവിശേഷം അറിയിക്കപ്പെട്ടിട്ടുണ്ട്. കാലം ദുഷിച്ച ഒരു ഘട്ടത്തിൽ എല്ലാ സമുദായക്കാരും അത് എത്രയൊക്കെ തിരുത്തപ്പെട്ടിട്ടുണ്ടെങ്കിലും ഒരു രക്ഷകനെ എങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വാർത്ത കേട്ടപ്പോൾ എല്ലാവരും അറിവുള്ളവർ തമ്മിൽ അന്വേഷിച്ചത് അവൻ തന്നെയോ ഇവൻ. ആ വാഗ്ദാനം ചെയ്യപ്പെട്ട പൂർവികർ പറഞ്ഞ ആള് തന്നെയാണോ ഇദ്ദേഹം? ഈ ഒറ്റ അന്വേഷണത്തിനെ അവർക്ക് ആവശ്യമുണ്ടായിരുന്നുള്ളൂ. അവൻ തന്നെയോ ഇവൻ. അത് ബോധ്യപ്പെട്ടപ്പോൾ അതുകൊണ്ടാണ് കുറഞ്ഞ കാലം കൊണ്ട് അതിനുള്ള സംവിധാനം അല്ലാഹു തആല നേരത്തെ ഒരുക്കി വെച്ചു. അതാണ് കമാ ഖദ്ദറ വ അബ്ദാ. അല്ലാഹു തആല അവന്റെ അമ്പിയാക്കന്മാർ മുഖേന, അവരുടെ ഉമ്മത്തുകൾ മുഖേന തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആഗമനം അന്ത്യഘട്ടത്തിലായിരിക്കും എന്ന് വെളിവാക്കപ്പെട്ടതുപോലെ അവസാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരികയും ചെയ്തു. വഅൽബസഹു ഖിൽഅത്തൽ ജമാലി ലത്തി ലം യുൽബിസ്ഹാ അഹദാ. വഅൽബസഹു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല ഉടയാട നൽകി എന്നല്ല, എന്തു പറയാ, സ്ഥാനവസ്ത്രം നൽകി. എന്തുകൊണ്ട്? ഖിൽഅത്തുൽ ജമാൽ, ജമാലിയത്ത്, അഴകാകുന്ന ഉടയാട കൊണ്ട് സ്ഥാനവസ്ത്രം നൽകപ്പെട്ടവരാണ്. എങ്ങനത്തെ? അല്ലത്തി ലം യുൽബിസ്ഹാ അഹദാ, ഒരാൾക്കും അങ്ങനെ ഒരു ജമാലിയത്ത് കൊണ്ട് അല്ലാഹു തആല ധരിപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ, ഇപ്പോ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തിന്റെ സൗന്ദര്യം, സ്വഭാവത്തിന്റെ സൗന്ദര്യം, പെരുമാറ്റത്തിലും പ്രവൃത്തിയിലുമുള്ള സൗന്ദര്യം എന്ന് ജമാലിയത്ത് എന്ന് പറയാൻ പറ്റുന്ന എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ഒരു മനുഷ്യന് സ്ഥാനവസ്ത്രം അണിയിക്കുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ അണിയിച്ചൊരുക്കിയിരിക്കുന്നു. ജമാലിയത്ത് എന്ന് പറയുന്നതിന്റെ 100% എല്ലാ അർത്ഥത്തിലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ അല്ലാഹു തആല മേളിപ്പിച്ചിരിക്കുന്നു. ഈ വ്യക്തിയെ അദ്ദേഹത്തിന്റെ വ്യക്തിത്വം കണക്കിലെടുത്തുകൊണ്ട് ആദരിക്കുന്നു. അത് തന്നെയാണ് യാ അയ്യുഹൽ മുസമ്മിലു ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ. എന്നെ പോലത്തെ സാധുക്കൾ അർത്ഥം വെക്കും, ഈ പുതപ്പിട്ട് മൂടിക്കിടക്കുന്ന നബിയെ എഴുന്നേറ്റ് താക്കീത് ചെയ്യൂ. ഒരിക്കലും അങ്ങനെ അർത്ഥം വെച്ചുകൂടാ. മറിച്ച്
അല്ലാഹു സുബ്ഹാനഹു വ തആല നുബുവത്തെന്ന പൊന്നാടയണിയിച്ചുകൊണ്ട് മനുഷ്യരുടെ നേതൃത്വത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സൃഷ്ടികളുടെ നേതൃത്വത്തിന് വേണ്ടി അള്ളാഹു പൊന്നാടയണിയിച്ച് ആദരിച്ച നബിയെ അങ്ങ് പ്രബോധന രംഗത്ത് സജീവമായി ഇറങ്ങിക്കൊള്ളുന്നു. അതിനൊരു കഥയും പറയും. പേടിച്ചു വന്നിട്ട് പനിച്ചു, കഥയല്ല, ആ കഥ പൊതിച്ച് കൊടുത്തിട്ട് ഖദീജ ബീവി ആശ്വസിപ്പിച്ചു. അതുമൊക്കെ ശരി തന്നെ. അത് കഴിഞ്ഞ് 2 കൊല്ലം കഴിഞ്ഞിട്ട് ഈ ആയത്തിറങ്ങണത്. അപ്പൊ ഈ 2 കൊല്ലം ഇങ്ങനെ പൊതിച്ച് കിടക്കുക, എന്താ കാട്ട്? അതല്ലേ ഇവിടെ ജമാലിയത്താവുന്ന പൊന്നാട അണിയിക്കപ്പെട്ട ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അണിയിക്കപ്പെട്ടതുപോലെയുള്ള ഒരു ജമാലിയത്ത് ലോകത്ത് ഒരാൾക്കും അല്ലാഹു തആല കൊടുത്തിട്ടില്ല. മുനസ്സഹുൻ അൻ ശരീകിൻ ഫീ മഹാസിനിഹി ഫജൗഹറുൽ ഹസ്നി ഫീ ഗൈറു മുൻഖസിമി. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തതായ ആ ജമാലിയത്ത് അത് മറ്റാർക്കും അതിൽ ഷെയറില്ല. ആദം നബി അലൈഹി സ്വലാമിനോ യൂസുഫ് നബി അലൈഹി സ്വലാമിനോ ലോകത്തുള്ള സുന്ദരന്മാർക്കോ ആർക്കും ഷെയറില്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജമാലിയത്ത് മുനസ്സഹുൻ അൻ ശരീകിൻ, അതിലാരും ഷെയറില്ല. അപ്പൊ യൂസുഫ് നബി അലൈഹി സ്വലാമിന് സൗന്ദര്യത്തിന്റെ ബൗദ്ധി ഉണ്ട് എന്ന് പറഞ്ഞാൽ ആദം നബി അലൈഹി സ്വലാമിന് കൊടുത്ത സൗന്ദര്യത്തിന്റെ ബൗദ്ധി ഉണ്ട്. അതേസമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൗന്ദര്യത്തിൽ ജമാലിയത്ത് അത് സ്വഭാവത്തിലാവാം, അറിവിലാവാം, പ്രവൃത്തിയിലാവാം, അല്ലാതെ ബാഹ്യമായ ശരീര സൗന്ദര്യത്തിലാവാം. ഏതിലും നബി തങ്ങളുടെ ജമാലിയത്തിന് സമാനമായ ഷെയർ ചെയ്യാൻ പറ്റുന്ന ആരുമില്ല. എന്നിട്ട് പിന്നെന്തേ യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ കണ്ടിട്ട് സുലൈഖ ബീവി കേറിപ്പിടിച്ചതും മിസ്റിലെ സുന്ദരികളായ യുവതികൾ കൈമുറിച്ചിട്ട് അറിയാതെ പോവുകയൊക്കെ ചെയ്തല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈ 63 കൊല്ലം ഈ ലോകത്ത് ജീവിച്ചിട്ട് ഒറ്റ പെണ്ണും കേറി പിടിച്ചിട്ടില്ലല്ലോ അല്ലേ? ഒരൊറ്റ പെണ്ണെങ്കിലും നഖമുറിക്കുമ്പോഴെങ്കിലും ആ കൈ അതിന്റെ പേരിൽ കൈ മുറിഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ പിന്നെന്താ സൗന്ദര്യത്തിൽ കുറച്ച് കുറവല്ലേ? അങ്ങനെയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൗന്ദര്യത്തിന് ഹൈബത്ത് എന്ന് പറയുന്നതായ ഒരു പ്രത്യേക വലയം അല്ലാഹു തആല കൊടുത്തിരുന്നു. ഒരു പ്രൊട്ടക്ഷന് ഈ ഹൈബത്ത് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അഭൗമമായ ആ സൗന്ദര്യത്തിൽ ലോകത്തിന് അത് കണ്ടു നിന്ന് അനുഭവിക്കാൻ കഴിയില്ല. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ഒന്നുമല്ല. പക്ഷെ ഈ ഹൈബത്ത് എന്ന് പറയുന്ന ആവരണം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജമാലിയത്തിനെ സംരക്ഷിച്ചത് കൊണ്ടാണ് ഒരു കുഴപ്പമുണ്ടായിട്ടില്ല. അത് വല്ലാത്ത ഹൈബത്താണ്. ആ ഹൈബത്തിനെ താങ്ങാൻ ലോകത്തൊരു ശക്തിക്കും കഴിയുമായിരുന്നു. അതുകൊണ്ടാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാന കസീറ തബസ്സും, ഹദീസിലൊക്കെ കാണാം. അവിടുത്തെ സ്വഭാവ ഗുണങ്ങൾ പറയുന്നിടത്ത് ധാരാളം പുഞ്ചിരിക്കുന്നവരായിരുന്നു. എപ്പോഴും ആളുകളുടെ ഇടയിൽ വന്ന് എപ്പോഴും പുഞ്ചിരി തൂക്കിക്കൊണ്ടാണ്. കാരണം അപ്പോഴേ നബി തങ്ങളെ മുഖത്തേക്ക് നോക്കാനോ എന്തെങ്കിലും സംസാരിക്കാനോ കഴിയുമായിരുന്നുള്ളൂ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുഞ്ചിരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്തല്ലാതെ അവിടുത്തെ സഹാബാക്കളിൽ നിന്നിട്ട് അവിടത്തോട് സംസാരിക്കാൻ പറ്റുന്ന 2 ആളെ ഉണ്ടായിരുന്നുള്ളൂ. ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു തങ്ങളും ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു. ഈ 2 ആളല്ലാതെ ഒരൊറ്റ കുട്ടി, ആണും പെണ്ണും, പുഞ്ചിരിക്കുമ്പോഴല്ലാതെ നബി തങ്ങളോട് സംസാരിക്കാൻ കഴിയുന്ന ഒറ്റ കുട്ടി ഉണ്ടായിരുന്നില്ല. അത്ര വലിയ ഹൈബത്ത. കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു അൻഹു പാടിയില്ലേ, ലഖദ് അഖൂമു മഖാമൻ ലൗ യഖൂമു ബിഹി അറാ വഅസ്മഉ മാ ലൗ യസ്മഉൽ ഫീലു ലളല്ല യർഅദു ഖൗഫൻ മിൻ ജലാലതിഹി. ഞാൻ ഈ നിൽക്കുന്ന തിരുസന്നിധി, നബി തങ്ങളുടെ മുന്നിൽ നിന്നിട്ട് പറയാം, ഞാൻ ഈ നിൽക്കുന്ന തിരുസന്നിധി വല്ലാത്തൊരു ഹൈബത്തിന്റെ സദസ്സാണിത്. ഈ സദസ്സിന്റെ ഹൈബത്ത് ഞാൻ ഈ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് പോലെ കണ്ടും കേട്ടുകൊണ്ട് ഭീമാകാരനും ശക്തനുമായിരിക്കുന്ന ഒരു ആനയാണ് നിൽക്കുന്നതെങ്കിൽ ഈ സദസ്സിന്റെ ഗാംഭീര്യം കൊണ്ട് അത് കിടുകിട വിറച്ചു പോകും. ആന കിടുകിട വിറച്ചു പോകും. അത്രയും വലിയ ഹൈബത്തിന്റെ മഹല്ലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഒരു ദിവസം ഒരു സഹാബിയായിരിക്കുന്ന ഒരു പെണ്ണ് നബി തങ്ങളോട് എന്തോ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് വരിക. നബി തങ്ങൾ ഇങ്ങനെ ഇരുന്ന് തല താഴ്ത്തി ഇങ്ങനെ ചിന്താമഗ്നായിട്ടിരിക്കുകയാണ്. പുഞ്ചിരിയൊന്നുമില്ല. അങ്ങനെയാണ് ഈ ഫിക്റിന്റെ സമയമായിരിക്കും. ഈ സ്ത്രീ വന്ന് അടുത്ത് എത്തിയത് പരമാർത്ഥം ഒറ്റ നോട്ടം നബി തങ്ങളുടെ മുഖത്തേക്കാണ് നോക്കിയതോടുകൂടി പേടിച്ചങ്ങോട്ട് വിറച്ചു. നിന്നിങ്ങനെ വിറക്കുക. നബി തങ്ങൾ കാണുന്നില്ല. ഇങ്ങനെ വിറച്ചു കൊടുക്കുമ്പോൾ പെട്ടെന്ന് നബി തങ്ങളൊന്ന് തലവന്നിച്ച. അപ്പൊ അടുത്ത് നിന്നിട്ടൊരു സാധു പെണ്ണുണ്ട് ഇങ്ങനെ വിറക്കുന്നു. അപ്പൊ നബി തങ്ങൾക്ക് മനസ്സിലായ സുഖടിന്നതാണ്. കാരണം നബി തങ്ങൾ എന്തോ ഫിക്റിലായ സമയത്ത് യാദർച്ഛ്യമായി വന്ന് അവിടുത്തെ മുഖത്തേക്ക് നോക്കിയിട്ടേ ഉള്ളൂ.
അങ്ങനത്തെ ഹൈബത്ത. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹവ്വിനി അലൈകി ഇന്നി ലസ്തു ബിമലികിൻ വലാകിന്നി ഇബ്നു ഇംറഅത്തിൻ അറബിയ്യത്തിൻ ദൗകുലുൽ ഖദീദ്. നീ എന്തിനാ പേടിക്കുന്നത്? നീ സമാധാനായി. ഞാന് രാജാവൊന്നുമല്ല, ഞാൻ ആരെയും ഒന്നും ചെയ്യൂല. ഞാൻ നിങ്ങളെപ്പോലെ ഉണക്കമാംസം കഴിക്കുന്ന ഒരു അറബി പെണ്ണ് പ്രസവിച്ച ഒരു മനുഷ്യനാണ് എന്ന് പറഞ്ഞ് അയാൾ സമാധാനപ്പെടുത്തി. അതെന്താന്ന് വെച്ചാൽ അതാ ഈ ഹൈബത്ത. അതെപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രത്യേക വ്യക്തിത്വത്തിന് ഈ ജമാലിയത്തുള്ളതോടുകൂടി അവിടുത്തെ ഗാംഭീര്യം വർദ്ധിപ്പിക്കുന്നതായിരുന്നു ഹൈബത്ത്. അതുകൊണ്ടാണ് കുഴപ്പങ്ങളൊന്നും സംഭവിക്കാതിരുന്നത്, സിരിയത്തിന്റെ കുറവ് കൊണ്ടല്ല. അതുകൊണ്ട് തന്നെ ഫൗലിദ ബിവജ്ഹിൻ അഖ്ജല ഖമറൻ വഫർഖദ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജനിക്കപ്പെട്ടത് ബിവജ്ഹിൻ, വല്ലാത്ത ഒരു പുണ്യ ശരീരവുമായിട്ടാണ്. വജ്ഹ് എന്ന് പറഞ്ഞാൽ മുഖം എന്നല്ലട്ടാ, വജ്ഹത്തു വജ്ഹി എന്ന് പറയും പോലെയാണ്. വജ്ഹത്തു വജ്ഹി ലില്ലദീ ഫതറ സമാവാതി വൽ അർള്, ആകാശഭൂമികളെ സൃഷ്ടിച്ചവനിലേക്ക് എന്നെ ഞാൻ തിരിച്ചിരിക്കുന്നു എന്നാണല്ലോ അവിടെ പറയുന്നത്. വജ്ഹ് എന്നത് ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവമായതുകൊണ്ട് അത് പറഞ്ഞിട്ട് ശരീരത്തിനെയും മനസ്സിനെയും ഉദ്ദേശിക്കുക. അങ്ങനെ എന്നെ ഞാൻ മുന്നിടിച്ചു എന്നാണ് വജ്ഹത്തു വജ്ഹിന്റെ അർത്ഥം. എന്നതുപോലെ തന്നെ ബിവജ്ഹിൻ, ഒരു വ്യക്തിത്വത്തോടുകൂടി, ഒരു ശരീരത്തോടുകൂടി, ഒരു ആത്മാവോടുകൂടി. എങ്ങനത്തെ ശരീരമാണ്? അഹ്ജല ഖമറ, പൂർണ്ണചന്ദ്രനെ നാണിപ്പിക്കുമാറുള്ള സൗന്ദര്യത്തിന്റെ ഉടമയായിട്ട്. വഫർഖദ, അതുപോലെ തന്നെ ധ്രുവ നക്ഷത്രങ്ങളെയും. അതിങ്ങനെ അവിടെ നല്ലോണം തിളങ്ങി ഒരു സ്ഥലത്ത് വല്ലാതെ സഞ്ചരിക്കുന്നത് നമുക്ക് കാണാതെ നിൽക്കണോണ്ടാണ് ഫർഖദ് പറഞ്ഞ എല്ലാ നക്ഷത്രങ്ങളും കണക്ക് തന്നെ. അപ്പം പൂർണ്ണചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നാണിപ്പിക്കുമാറുള്ള സൗന്ദര്യത്തിന്റെ ഉടമയായാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്ത് ഉദയം കൊണ്ടത്.